അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരല്പം കാര്യങ്ങൾ സംസാരിക്കുന്നത് മഹാനായ മൊയ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ പറ്റിയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞ് റബീഉൽ ആഖിർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലോക മുസ്ലിമീങ്ങൾ പ്രധാനമായും സ്മരിക്കുന്ന വലിയ നേതാവാണ്, ഔലിയാക്കളുടെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹത് വ്യക്തിത്വമാണ് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, മഹാനവറുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരൽപ്പം കാര്യങ്ങൾ മാത്രം ഇന്ന് സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധമായ റബീഉൽ ആഖിർ മാസം കടന്നു വന്നാൽ, പ്രത്യേകിച്ച് റബീഉൽ ആഖിർ 11-നാണ് അടുത്ത് വഫാത്തുണ്ടായത്. ആ ദിനം പ്രത്യേകിച്ചും അല്ലാത്ത ദിനങ്ങളിലും, ഇനി റബീഉൽ ആഖിർ മാസം അല്ലാത്ത മറ്റു ദിവസങ്ങളിലെല്ലാം ചുരുങ്ങിയത് മഹാൻ്റെ പേരിൽ ഒരു ഫാത്തിഹെങ്കിലും ഓതാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമൂലം നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും മഹാനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഒരൽപ്പം കാര്യങ്ങൾ മാത്രം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഔലിയാക്കന്മാരുടെ നേതാവ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിം ലോകം പ്രത്യേകമായി ഓർമ്മിക്കുന്ന ഒരു മാസമാണ് റബീഉൽ ആഖിർ. ഹിജ്റ വർഷം 470 റമദാൻ 1-ന് പേർഷ്യയിലെ ഗീലാൻ എന്ന പ്രദേശത്താണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. പിതാവ് വഴി ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും മാതാവ് വഴി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും വംശപരമ്പര എത്തിച്ചേരുന്നു. ഇങ്ങനെ രണ്ട് വഴിയിലൂടെയും സയ്യിദ് പദവിയിലെത്തുന്ന മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ശൈശവകാലം മുതൽ തന്നെ അത്ഭുതകരമായിരുന്ന ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ വിശുദ്ധമായ റമദാനിൻ്റെ പകലിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞോമന മകനായിരിക്കുമ്പോൾ മുല കുടിച്ചിരുന്നില്ല. ഗാലാനിൽ താമസിക്കുന്ന സയ്യിദ് ദമ്പതികൾക്ക് റമദാൻ പകലിൽ മുല കുടിക്കാത്ത ഒരു കുട്ടി പിറന്നിരിക്കുന്നു എന്ന വാർത്ത അന്ന് പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇബാദത്ത് കൊണ്ടും മറ്റും അള്ളാഹുവിൻ്റെ പ്രത്യേകം സാമീപ്യം കരസ്ഥമാക്കിയ ശേഷമാണ് സാധാരണഗതിയിൽ ഔലിയാക്കളിൽ നിന്ന് കറാമത്തുകൾ പ്രത്യക്ഷപ്പെടാറുള്ളത്. എന്നാൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ജനനം മുതൽ തന്നെ കറാമത്തുകൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കറാമത്തുകൾ ജീവിതകാലത്ത് ചരിത്രങ്ങളും മറ്റു കിതാബുകളിലും എല്ലാം രേഖപ്പെടുത്തിയ വലിയ മഹത് വ്യക്തിത്വമാണ് മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ബാല്യവും അതിശയങ്ങൾ നിറഞ്ഞതായിരുന്നു. ചെറുപ്പത്തിൽ പ്രായത്തിൻ്റെ കോപ്രായങ്ങളോ അല്ലെങ്കിൽ വിനോദപരമായ താല്പര്യങ്ങളോ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഒരു അദൃശ്യ ശക്തി ഷെയ്ഖ് റളിയല്ലാഹുവിനെ എല്ലാ തിന്മകളിൽ നിന്നും തടഞ്ഞുകൊണ്ടേയിരുന്നു. 10-ാം വയസ്സിലാണ് ഷെയ്ഖ് അവറുകൾ മതപാഠശാലയിൽ പഠനം ആരംഭിക്കുന്നത്. ആ വിദ്യാർത്ഥിയിൽ അന്ന് തന്നെ ഉസ്താദുമാർ ശോഭനമായ ഒരു ഭാവി ദർശിച്ചിരുന്നു. പിന്നീട് ഉപരിപഠനത്തിനായി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. അബ്ബാസിയ ഭരണത്തിന് കീഴിൽ വൈജ്ഞാനിക രംഗത്ത് ഏറെ പ്രസിദ്ധമായ പട്ടണവും നിരവധി മഹാപണ്ഡിതരുടെ സംഗമസ്ഥാനവുമായിരുന്നു അന്ന് ബഗ്ദാദ്. പുറപ്പെടുമ്പോൾ ഒരിക്കലും കളവ് പറയരുതെന്ന് മാതാവിൻ്റെ ഉപദേശം. കൊള്ളക്കാരുടെ മുമ്പിൽ പോലും അതനുസരിച്ച് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സ്വർണം വെച്ച് പുലർത്തിയതും അല്ലെങ്കിൽ സ്വർണം കാണിച്ചു കൊടുത്തതും, അതുകൊണ്ട് അവർ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങി വന്നതുമൊക്കെ മുഹിയുദ്ദീൻ മാലയിൽ നിന്നും മറ്റുമൊക്കെ നമ്മൾ കേട്ട് പരിചിതമുള്ളവരാണ്. അതായത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിൻ്റെ കാരണത്താൽ ആദ്യമായി നിർഭാഗ്യം പുൽകിയവർ ആ കൊള്ളസംഘമാണെന്നും അതിന് അടിസ്ഥാന ശിലപാകിയത് സത്യസന്ധതയായിരുന്നുവെന്നും പിൽക്കാലത്ത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഗ്ദാദിലെത്തിയ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്നെല്ലാം ശരീഅത്തിൻ്റെയും ആധ്യാത്മികതയുടെയും വിജ്ഞാനങ്ങൾ കരഗതമാക്കി. ബഗ്ദാദിലെ ഖാദി അബി സയ്യിദുൽ മഖ്റമി റളിയല്ലാഹുവിൻ്റെ വിദ്യാപീഠത്തിൽ തന്നെയാണ് ആദ്യമായി അധ്യാപനം നടത്തിയത്. പിന്നീട് ബഗ്ദാദിലെ നിസാമിയ സർവകലാശാലയിൽ നിന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അധ്യാപകനായി നിയോഗിക്കപ്പെട്ടു. ബഗ്ദാദിലെ ഏറ്റവും വലിയ വിജ്ഞാന സദസ്സായിരുന്നു ഷെയ്ഖ് ജീലാനി തങ്ങളുടേത്. രാജാക്കന്മാരിൽ വരെ അസൂയ ജനിപ്പിക്കും വിധമുള്ള ജനസമ്മതിയും പ്രശസ്തിയും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു നേടി. വിദൂര ദേശങ്ങളിൽ നിന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആ വിജ്ഞാന സദസ്സിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തുടങ്ങി. പക്വവും ഉന്നതവുമായ സ്വഭാവമായിരുന്നു മഹാനവറുകളുടേത്. വിനയത്തോടെ പെരുമാറും, കനിവുള്ള ഹൃദയവും തികഞ്ഞ ഭക്തിയും സൂക്ഷ്മതയോടെയുള്ള ജീവിത രീതിയും അചഞ്ചലമായ വിശ്വാസവും അസാമാന്യ ധൈര്യവും ഷെയ്ഖ് ജീലാനി തങ്ങളെ വ്യത്യസ്തമാക്കി. ഇസ്ലാമിക കർമ്മശാസ്ത്ര സരണികളിൽ നല്ല അവഗാഹമുണ്ടായിരുന്നു ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക്. ആദ്യം ഷാഫി മദ്ഹബ് അനുസരിച്ചും പിന്നീട് ഹംബലി മദ്ഹബ് അനുസരിച്ചുമാണ് ഷെയ്ഖ് അവറുകൾ
ഷെയ്ഖ് അവറുകൾ അവിടുത്തെ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചത്. 40 വർഷം നീണ്ട അധ്യാപന ജീവിതത്തിനൊടുവിലാണ് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു ത്വരീഖത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നത്. മരുഭൂമിയുടെ ഏകാന്തപതികനായി ചുറ്റിക്കറങ്ങവേ വഞ്ചനയിലകപ്പെടുത്താൻ ശ്രമിച്ച പിശാചിൻ്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞതും പിശാചിനെ ആട്ടിയോടിച്ചതും ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു നേടിയെടുത്ത ശരീഅത്തിൻ്റെ വിജ്ഞാന വെളിച്ചത്തിലായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഈ പുതിയ കാലത്ത് ഓർക്കേണ്ടതുണ്ട്. ആഴ്ചയിൽ 3 തവണ എന്ന നിലയിൽ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു മതപ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. മഹാനവറുകളുടെ ഉപദേശങ്ങൾ കേട്ട് ഇസ്ലാം മതം സ്വീകരിച്ച നിരവധി പേർ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങളാവട്ടെ പരിവർത്തനത്തിൻ്റെ കൊടുങ്കാറ്റുകളാണ് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹുവിൻ്റെ മതപ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ദർശിച്ചത്. ധാർമ്മികമായും ആത്മീയമായും ഏറെ അകന്ന ഒരു സമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ നിയോഗം പോലെ ഷെയ്ഖ് അവറുകൾ കടന്നു ചെന്ന് ദീനും സമൂഹത്തിനും നവജീവൻ നൽകുമായിരുന്നു. അതിനാൽ തന്നെയാണ് മൊഹിയുദ്ദീൻ, അതായത് മതത്തിൻ്റെ പുനരുദ്ധാരകൻ എന്ന വലിയ സ്ഥാനപ്പേര് ആ ഒരു നാമത്തിൽ ഷെയ്ഖ് ജിലാനി തങ്ങൾ അറിയപ്പെട്ടത്. മൊഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ഗുണഗണങ്ങളും കറാമത്തുകളും കോർത്തിണക്കി അറബിയിലും ഇതര ഭാഷകളിലെല്ലാം നിരവധി ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങൾ രചിച്ച ഖസീദത്തുൽ ഖുതുബിയത്തും വിശ്വവിഖ്യാതമായ മൊഹിയുദ്ദീൻ മാലയുമെല്ലാം അതിന് ചില ഉദാഹരണങ്ങളാണ്. 500-ലധികം ഗ്രന്ഥങ്ങളുടെ കർത്താവും ചരിത്ര പണ്ഡിതനുമായ കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് തങ്ങളാണ് മൊഹിയുദ്ദീൻ മാലയുടെ രചയിതാവ്. അറബി മലയാള ഭാഷയിൽ വിരചിതമായ മൊഹിയുദ്ദീൻ മാല ഭക്തി കാവ്യ വിഭാഗങ്ങളിൽപ്പെട്ട മാലപ്പാട്ടുകളിൽ കണ്ടുകിട്ടിയെടുത്തോളം ഏറ്റവും പഴക്കമുള്ളതാണ്. ഹിജ്റ 561 റബീഉൽ ആഖിർ 11-നാണ് ഷെയ്ഖ് ജിലാനി തങ്ങൾ വഫാത്താവുന്നത്. 91-ാം വയസ്സിലായിരുന്നു അവിടുത്തെ വഫാത്ത്. മഹാനവറുകളുടെ മക്ബറ ബഗ്ദാദിലെ പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രമാണ് തീർത്ഥാടകരുടെ. ഇൻഷാ അല്ലാഹ് മഹാനവറുകളെ പറ്റി ഒരൽപ്പം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.